എങ്ങനെ വീണാലും വി ഡി സതീശൻ 4 കാലിലേ വീഴുള്ളൂ. അതിലെ 2 കാല് രാഷ്ട്രീയക്കാരന്റെ കാലാന്ന് ഞാൻ പറയില്ല. 3 കാലും ഈ വക്കീൽ പ്രൊഫഷനിൽ നിന്ന് പഠിച്ച അടവ് നയമാണ്. ബാക്കി 1 കാലാണ് ബീയിങ് എ പൊളിറ്റീഷ്യൻ. KSU, യൂത്ത് കോൺഗ്രസ്, എൻറ്റയർ DCC, KPCC, entire things. My colleagues on the dais of the dais, it's a beautiful evening. This time I recall when I joined this High Court Law Fraternity, soon after finishing my course, my law program from the School of Legal Studies, Kannur University campus, I joined here. This time I thought why I preferred law profession. I just back to my life. Since starting my reading habits beyond my curriculum, beyond my syllabus, I observed the great personalities, eminent leaders, reformers, particularly in the time of pre-independence and post-independence. I loved Gandhi, I loved Nehru, I loved Jawahar brothers. Then I myself attracted to the legal profession. It is, the philosophical reason. A very practical reason to be with the legal profession is one, if I supposed to be a doctor, it's a must to go hospital day by day. If I supposed to be a teacher, discipline is must. But if I supposed to be a lawyer, it's not mandatory to go for court each and every day. So I thought it's a beautiful option. Sincerely I'm speaking, in that way I prefer the law profession. Because, sincerely I'm telling you. Then this time, it's a great honor. I'm enjoying this moment. Being a lawyer, when I am standing in the court, when I am standing in the assembly, we have some values. What I observed and what I absorbed, the values from the legal profession, it's of course sharpness, then integrity, fairness, constitutional morality, and serving. The core concern is one for being a lawyer, welfare of the people, rule of law. The same concern, the core concern, is one for being the legislator, the welfare of the people. So let me switch into mother tongue. I'm really sorry. ഞാൻ ഈ നിയമസഭയിൽ ഇരുന്നിട്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി എങ്ങനെ ഒബ്സർവ് ചെയ്യും. ദ എൻറ്റയർ ബർഡൻ ഗോസ് ടു ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. എങ്ങനെ വീണാലും വി ഡി സതീശൻ 4 കാലിലേ വീഴുള്ളൂ. അതിലെ 2 കാല് രാഷ്ട്രീയക്കാരന്റെ കാലാന്ന് ഞാൻ പറയില്ല. 3 കാലും ഈ വക്കീൽ പ്രൊഫഷനിൽ നിന്ന് പഠിച്ച അടവ് നയമാണ്. ബാക്കി 1 കാലാണ് ബീയിങ് എ പൊളിറ്റീഷ്യൻ. KSU, യൂത്ത് കോൺഗ്രസ്, എൻറ്റയർ DCC, KPCC, entire things. ഇപ്പം ഞാനിങ്ങനെ എപ്പോഴും എനി ടൈം, കാര്യം അപ്പോസിഷൻ ഡെസ്കിന്ന് ഒരു കോഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് 2 ഡയമെൻഷൻ ഉണ്ട്, 2 പെർസ്പെക്റ്റീവ് ഉണ്ട്. Definitely it is political, allegation, so many things. പക്ഷേ ഒരു ടോപ്പിക് ഉയർന്നു വന്നു കഴിഞ്ഞാൽ അതിനെ വി ഡി സതീശൻ എന്ന് പറയുന്ന ചീഫ് മിനിസ്റ്റർക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നത് പൊളിറ്റിക്കൽ കണ്ടന്റ് കൊണ്ട് മാത്രമല്ല. ഏത് കണ്ടന്റ് ഉയർന്നു വന്നാലും, ഹൗസിനകത്ത് വന്നു കഴിഞ്ഞാലും അതിനകത്തൊരു ലീഗൽ പെർസ്പെക്റ്റീവ്, ഒരു ലീഗൽ ഡയമെൻഷൻ, ലോ ഫ്രെയിമിനകത്ത് നിന്ന് അതിനെ കാണാൻ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ. അതുകൊണ്ട് ഒരു വഴിക്കും ഞാനൊക്കെ ഒരു ലെറ്റർ കൊടുക്കാൻ പോവുകയാണെങ്കിൽ പോലും പലവട്ടം ആലോചിക്കും. ഇന്നലെ ഞാൻ ചീഫ് മിനിസ്റ്റർ പോയി കണ്ടിരുന്നു. 30 സെക്കൻഡ് സ്പെൻഡ് ചെയ്തിട്ട് വേഗം പോന്നു. സോ ഇൻ ദാറ്റ് വേ, ദാറ്റ് കൈൻഡ് ഓഫ് ഷാർപ്പ്നെസ്, VDS, I simply mean very dynamic and sharp. So all these values, definitely from the law fraternity, from the profession.
ഈ മനോഹരമായ നിമിഷം ഇവിടെ ഞങ്ങൾക്ക് സ്വീകരണം തന്ന എല്ലാവരും, പിന്നെ ഇവിടെ സംസാരിച്ച സമയത്ത് KCACയുടെ പ്രസിഡന്റ് PU സാറ് ചില ഡിമാൻഡ്സ് പറഞ്ഞപ്പോൾ വളരെ വിനയവും ഭവ്യതയും കൂടിയോ എന്ന് എനിക്കൊരു തോന്നൽ. അത്ര കൂടണ്ട, CM ഒക്കെ കഴിഞ്ഞിട്ട് വരാനുള്ള സ്ഥലം ഇതന്നെയാണ്. താങ്ക് യു. Thank you, sir. സ്നേഹാദരവുകളാൽ സമ്പന്നവും പ്രതിഭകളുടെ സാന്നിധ്യത്താൽ സമ്പുഷ്ടവുമായ ഈ സായാഹ്നത്തിലെ ഔദ്യോഗിക ചടങ്ങുകൾ ഇവിടെ പൂർണ്ണമാവുന്നു. വിരിയട്ടെ ഇനിയും ഈ വരാന്തകളിൽ നിന്നും വർണ്ണശബളമായ 1000 അഭിഭാഷക പൂവുകൾ. അഭിഭാഷക ഭരണ ജീവിതത്തിൽ അസന്തുലിത സന്ദർഭങ്ങളിൽ എവിടെയെങ്കിലും ആദം നീ എവിടെയാകുന്നു എന്നൊരാത്മഗതമുണ്ടെങ്കിൽ ഒട്ടൊന്നും അടിക്കണ്ട. തിരികെ ഞാൻ വരുമെന്ന വാക്കു കേൾക്കാനായി ഈ കോടതി മുറികളും ഈ കൊച്ചു ലോകവും ഇവിടെ തന്നെ ഉണ്ടാവും.